ആദാബറസ് ഖേത്തോമേ ജാനായി എന്ന 7ാം ക്ലാസ്സിലെ പാഠഭാഗത്തു നിന്നുള്ള ആദ്യത്തെ പ്രവർത്തനങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. നസ്മിലെ ഹമ്മാവാസ് അൽഫാസ് ഏതൊക്കെ എന്നതാണ് ഒന്നാമത്തെ പ്രവർത്തനം. ബർസാത്ത് സിർപ്പെ ആയി കാലി ഗഠായലായി എന്നതിൽ ആയി ലായി എന്നത് ഹമ്മാവാസാണ്. ഗിർ ഗിർ കെ ആയെ ബാദൽ ഹർ സിമത്ത് ഛായെ ബാദൽ എന്ന രണ്ടാമത്തെ വരിയിലെ ആയെ എന്നതും ഛായെ എന്നതും ഹമ്മാവാസാണ്. ഛിം ഛിം ബറസ് റഹാ ഹെ ഝിം ഝിം ബറസ് റഹാ ഹെ എന്ന വരികളിൽ ഒരുപോലെ വരുന്ന ഛിം ഛിം ഝിം ഝിം എന്നിവ ഹമ്മാവാസാണ്. പാനി കാ ഷോർ ദേക്കോ പാനി കാ സോർ ദേക്കോ എന്നതിൽ ഷോർ സോർ എന്നിവ ഹമ്മാവാസാണ്. ലഹ്റ രഹി ഹെ നെഹ്റേം ബൽഖ രഹി ഹെ നെഹ്റേം എന്നതിൽ ലഹ്റ ബൽഖ എന്നിവ ഹമ്മാവാസാണ്. ഒരേ ശബ്ദമുള്ള പദങ്ങളെയാണ് ഹമ്മാവാസ് എന്ന് പറയുന്നത്. ബാഗോ മേ ഷാൻ ആയി ഖേത്തോ മേ ജാൻ ആയി. ഷാൻ ജാൻ ഷാൻ ജാൻ എന്നിവ ഹമ്മാവാസാണ്. ആക്ടിവിറ്റി 2 ബർസാത്ത് സിർപ്പെ ആയി കാലി ഗഠായലായി ഘിർ ഘിർ കെ ആയെ ബാദൽ ഹർ സിമത്ത് ഛായെ ബാദൽ എന്ന ആദ്യത്തെ 4 വരി നൽകി ഈ 4 വരിയുടെ ആശയം എഴുതാനാണ്, മത്ലബ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. മത്ലബ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. മത്ലബ് എഴുതുമ്പോൾ ആദ്യം ഈ 4 വരി എഴുതണം. എന്നിട്ട് മത്ലബ് എന്ന് എഴുതിയതിന് ശേഷം 2 പാരഗ്രാഫ് എഴുതണം. ഒന്നാമത്തെ പാരഗ്രാഫ് ഇതാണ്. യെ അഷാർ ഉർദു കെ മഷഹൂർ ഷായർ അൽതാഫ് ഹുസൈൻ ഹാലി का नज़्म खेतों में जान आई से लिया गया है. ये नज़्म बारिश के बारे में है. ഈ 2 വരികൾ ഉറുദുവിലെ പ്രശസ്തനായ കവി അൽതാഫ് ഹുസൈൻ ഹാലിയുടെ നസ്മ് ആയ പദ്യമായ ഖേത്തോ മേ ജാൻ ആയി സേ ലിയാ ഗയാ ഹെ അതിൽ നിന്ന് എടുത്തിട്ടുള്ള അതിലുള്ള വരികളാണ്. യേ നസ്മ് ബാരിഷ് കെ ബാരെ മേ ഹെ. ഈ പദ്യം എന്തിനെ കുറിച്ചുള്ളതാണ്? ബാരിഷ് കെ ബാരെ മേ ഹെ, മഴയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫിൽ ഇത് ആരുടെ വരികളാണ് എന്നുള്ളത് സൂചിപ്പിക്കണം. അൽതാഫ് ഹുസൈൻ ഹാലിയുടെ നസ്മിൽ നിന്നുള്ളതാണ്. നസ്മിൻ്റെ പേരെന്താണ്? ഖേത്തോ മേ ജാനായി ആണ്. എന്തിനെ കുറിച്ചുള്ളതാണ്? ബാരിഷിനെ കുറിച്ചുള്ളതാണ്. അതിനുശേഷം ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് ഷായർ ഇസ് അഷാർ മേ യേ കഹത്തെ ഹേ കെ കാലി ഗഡ്ഢായെ ഹർ തറഫ് ഛായെ ഹുയേ ഹേ വോ സോർദാർ ബാരിഷ് ലേക്കർ ആത്തെ ഹേ. ഷായർ ഈ വരികളിലൂടെ പറയുന്നത് എന്താണോ നമുക്ക് നൽകിയിട്ടുള്ള വരികൾ, അതിൽ നിന്ന് നമുക്കെന്താണോ മനസ്സിലായത് അതാണ് മത്ലബായിട്ട് നമ്മൾ എഴുതുക. അപ്പോൾ ഷായർ ഈ വരികളിലൂടെ പറയുന്നത് യേ കഹത്തെ ഹെ, ഇതാണ് പറയുന്നത്. ഖെ എന്തെന്നാൽ കാലി ഗഡ്ഢായേം കറുകറുത്ത കാർമേഘങ്ങൾ ഹർ തറഫ് ഛായേ ഹുയേ ഹെ, എല്ലാ ഭാഗത്തും കാർമേഘങ്ങൾ ഉരുണ്ടു മൂടപ്പെട്ടിരിക്കുന്നു. വോ സോർദാർ ബാരിഷ് ലേക്കർ ആത്തെ ഹെ, ആ കാലി ഗഡ്ഢായേം ആ കാർമേഘങ്ങൾ എന്താണ് കൊണ്ടുവരുന്നത്? എന്തുമായിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്? സോർദാർ ബാരിഷ്, ശക്തമായ മഴയുമായി. നെക്സ്റ്റ് ആക്ടിവിറ്റി बारिश के मौसम में क्या क्या तब्दीली आती है. അഷാർ കി റോഷ്നിയിൽ എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ ഇഷ്ടപ്രകാരമല്ല, അവിടെ ടെക്സ്റ്റ് ബുക്കിൽ 4 വരികൾ തന്ന് അതിൻ്റെ റോഷ്നിയിൽ വെളിച്ചത്തിലാണ് ബാരിഷിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എഴുതിയാൽ മതിയാവും. ബാരിഷ് കെ മൗസം മേ നെഹ്റ ലഹ്റാ രഹി ഹെ. ലഹ്റാ രഹി ഹെ നെഹ്റ എന്നതിനെ നമ്മൾ ഈ രീതിയിൽ എഴുതാം. ബാരിഷ് കെ മൗസം മേ നെഹ്റ ലഹ്റാ രഹി ഹെ. അതുപോലെ തന്നെ ബാരിഷ് കെ മൗസം മേ ഖേത്തോ മേ ജാൻ ആത്തെ ഹെ. ഖേത്തോ മേ ജാൻ ആത്തെ ഹൈ, ആ അലിഫൊന്ന് നീട്ടാണ്ട് ഖേത്തോ മേ ജാൻ ആത്തെ ഹൈ. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു വരിയിൽ നിന്ന് നമുക്കിങ്ങനെ എഴുതാം. ബാരിഷ് കെ മൗസം മേ ബാഗോ മേ ഷാൻ ആത്തെ ഹെ. ബാരിഷ് കെ മൗസം മേ ബാഗോ മേ ഷാൻ ആത്തെ ഹെ. ബാരിഷ് സമയത്ത്
ബാരിഷിൻ്റെ കാലാവസ്ഥയിൽ ഖേത്തുകൾക്കും ബാവുകൾക്കുമൊക്കെ ജീവൻ വെക്കുന്നു, അവയെല്ലാം സമൃദ്ധമാകുന്നു എന്നതൊക്കെയാണ് ഇവയുടെ അർത്ഥമായി വരുന്നത്. ഈ പ്രവർത്തനങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ശുക്രിയ. ഹുദ ഹാഫിസ്.